Hello, it's me Amaluz. Welcome to my channel. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു കുപ്പി കാർഡ്ബോർഡും കൂടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതൊന്ന് ടിഷ്യൂ പേപ്പറിലൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൽ ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ക്യൂട്ടായിട്ടൊരു ഹൗസ് ചെയ്തെടുക്കാം, ബോട്ടിൽ ഹൗസ്. അപ്പോൾ ഇതിനെന്താ പേര്, ഫെയറി ഹൗസ് എന്നൊക്കെ പേര് പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാർഡ്ബോർഡാണ്, പിന്നെ ക്ലേ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കളർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കുറച്ച് കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ കാർഡ്ബോർഡ് പീസിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇത് നമ്മൾ കുപ്പിക്ക് ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലൊന്ന് വരച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ഏറ്റവും ചെറിയ പീസാണ്. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോട്ടിലിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച് വരണം കേട്ടോ. അതിനുശേഷം ഇതിനേക്കാളും വലുപ്പത്തിൽ 2 എണ്ണം കൂടി നമ്മൾ ചെയ്തെടുക്കണം. ഇതിനേക്കാളും കുറച്ചുകൂടി വലുപ്പം, പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ 2 എണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പിയെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസും ഇതുപോലെ 3 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കാണ് നമ്മുടെ കുപ്പിയും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുപ്പി നന്നായിട്ട് ഒടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനൊരു മേൽക്കൂര വരുന്ന പോലെ വരാനായിട്ട് നമ്മളുടെ കാർഡ്ബോർഡിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു ഇതൊന്ന് കീറി കളയുമ്പോൾ ഇതേപോലെ ഒരു സംഭവം കിട്ടുമല്ലോ അല്ലേ, ഇങ്ങനെ വരഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പിൽ. അത് നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക 4 എണ്ണം. എന്നിട്ട് ഇതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ആ കോൺ വരുന്നത് പോലെ വരാനായിട്ട് ഒരു ചെറിയ പീസ് എടുത്ത് അതൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളുവശം കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഒരു ആർച്ച് പോലെ വരുന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുക, കാർഡ്ബോർഡിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിനുള്ളിൽ വരുന്ന അത്രയും പോർഷനിലെ ആ ഒരു ടിഷ്യൂ നമുക്ക് വേണ്ട. അതിനുവേണ്ടി അതൊന്ന് നനച്ചിട്ട് അതങ്ങ് നമ്മുടെ ബ്രഷ് വെച്ചങ്ങ് നന്നായിട്ട് തൂത്ത് കഴിയുമ്പോഴത്തേനും അതങ്ങ് പൊക്കോളൂ കേട്ടോ. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ അവിടെ ഒരു പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്, ചെറിയ ചെറിയ പീസസ് ആയിട്ട്, പിന്നെ ആർച്ച് പീസായിട്ട്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കാണുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതിന് നമ്മൾ വൈറ്റ് കളറാണ് എടുത്തേക്കണം കേട്ടോ. ഇതിന് നമ്മൾ കളർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈറ്റ് ആണെങ്കിൽ കുറച്ച് നന്നായിരിക്കും, അതുകൊണ്ടാണ് എടുക്കുന്നത് വൈറ്റ് കളർ കാർഡ്ബോർഡ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ജനാലയൊക്കെ വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബാൽക്കണി വരുന്ന ജനാല പോലെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ഡോർ വരുന്ന പോലെ ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസസ് ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊരു ജസ്റ്റ് ഒരു ഡോറിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ക്ലേയിലാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കാർഡ്ബോർഡ് പീസസിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലേ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡോസിൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തേക്കണം. അപ്പോൾ ഈ ക്ലേ കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ക്ലേ കൊണ്ട് ചെയ്യാൻ പോകുന്നത് 2 ചെടിച്ചട്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ക്ലേ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് എൻ്റെ കയ്യിൽ മോൾഡൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെടിച്ചട്ടിയുടെ ഒരു ഷേപ്പ് വരുന്ന പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു, നോക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ഷേപ്പ് കിട്ടണം. ഇതൊന്ന് വളഞ്ഞിരിക്കണ്ടേ, അതിന് ആ ഷേപ്പിന് വേണ്ടി ഇതുപോലെ ഒരു മാർക്കറോ അല്ലെങ്കിൽ പേനയോ എടുത്ത് അതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ, ഒരു ഷേപ്പിന് വേണ്ടി. പിന്നെ അതിൻ്റെ മണ്ട ഭാഗത്തേക്ക് നമുക്ക് ചെടിച്ചട്ടിയുടെ മുകളിൽ കാണാമല്ലോ കുറച്ചൊരു കട്ടി ഉണ്ടാവില്ലേ, അതും തോന്നിക്കാൻ വേണ്ടി ചെറിയൊരു ക്ലേ പീസ് എടുത്ത് അതും ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഡോറിൻ്റെ പോർഷൻ വരുന്നിടം കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് ചെടി ഇങ്ങനെ വളർന്നു നിൽക്കുന്ന പോലെ, അതായത് ഒരു വള്ളിച്ചെടി പോണ പോലെ കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ലീഫ്, കുറച്ച് പൂക്കൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിലോ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ അതുപോലെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലോ അല്ല സബ്സ്ക്രൈബ് ചെയ്താലോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ക്ലേ കൊണ്ട് ഇതുപോലെ തന്നെ ലീഫൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫ്, പിന്നെ അതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇതിലേക്ക് ചെയ്തൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേ നോക്കാം.
ഇപ്പോൾ നമ്മളിതിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ചെടിച്ചട്ടി അത്യാവശ്യം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ ബാൽക്കണി പോലെ കൊടുത്തില്ലേ, അതിൻ്റെ താഴത്തേക്ക് ഈ 2 ചെടിച്ചട്ടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് ചെടിയൊക്കെ വരുന്ന പോലെ ഞാൻ അതും ക്ലേ കൊണ്ട് തന്നെയാണ് ചെയ്തേക്കണം കേട്ടോ. അത് ചെറുതായിട്ട് കുഞ്ഞു പീസസ് ക്ലേ ഇങ്ങനെ വള്ളി പോലെ ആക്കി എടുത്തിട്ട് അതും ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ആ ബോട്ടം ബേസായിട്ട് കൊടുത്തില്ലേ, അതും ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മേൽക്കൂരയ്ക്ക് ഇതുപോലെ ഒരു ഓട് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് താഴേക്ക് വരുന്ന നമ്മുടെ നമ്മൾ ആ ഒരു ഭിത്തിയുടെ ആ ഒരു ഫുൾ കവർ ചെയ്തേക്കുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തേക്കുന്നതില്ലേ, അത് ഫുള്ളും നമുക്ക് ഈ ഒരു കളർ തന്നെ കൊടുക്കാം. പിന്നെ നമുക്കറിയാമല്ലോ ചെടിച്ചട്ടിക്കും ഈ ഒരു കളർ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് കളർ വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കളർ തന്നെയാണ് കൊടുത്തേക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുള്ളൊന്ന് ആ കളർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്കൈ ബ്ലൂ കളർ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഡോർ ഫുള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ വള്ളികൾക്കും പൂക്കൾക്കും ഒക്കെ വേറെ സെപ്പറേറ്റ് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കളർ ചെയ്തേക്കുന്നത് ഈ ഒരു നമ്മുടെ ബാൽക്കണിയില്ലേ, അതും ഫുള്ളും നമ്മൾ ബ്ലൂ കളറാണ് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് നിൽക്കുന്ന ചെടിയൊക്കെ ഇതുപോലെ പച്ച കളർ കൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും പച്ച കളർ കൊണ്ട് ചെയ്ത് കൊടുത്തു. പിന്നെ സൈഡിലുള്ള അതിൻ്റെ വള്ളികളും പൂക്കളും എല്ലാം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, വേറെ പിന്നെ അധികം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചു തരാം എന്താണ് ഞാൻ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഭംഗിയായിട്ട് ഇട്ടിട്ടില്ലേ. അപ്പോൾ താഴ്വശത്ത് ഇതുപോലെ പച്ച കളർ കൊടുത്തു, പിന്നെ ജസ്റ്റ് മെറ്റാലിക് കളർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പൂക്കളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കല്ലുകൾ ഞാൻ താഴെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാത്തത് അതേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ, നല്ല രസമാണ്, നല്ലൊരു ഹോം ഡെക്കറാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.